റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങില്ല എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശം തള്ളി രാജ്യം. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കാനാണ് പ്രഥമ പരിഗണന. കൂടുതൽ ലഭ്യതയും വിലസ്ഥിരതയും മുൻനിർത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുകയെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മോദിയെ വിമർശിച്ച് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ മോദിക്ക് ട്രംപിനെ ഭയമാണ് എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അതിനോട് ഇന്ത്യയുടെ പ്രതികരണമായിട്ട് എന്താണ് ഇപ്പോൾ വരുന്നത്? സ്മൃതി, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കും എന്ന ഉറപ്പ് നരേന്ദ്രമോദി നൽകി എന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ എന്താണെങ്കിലും വിദേശകാര്യ മന്ത്രാലയം ഈ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നു. അമേരിക്കയുടെ പേരൊന്നും എടുത്തു പറയാതെയാണ് എന്താണെങ്കിലും പ്രസ്താവന തള്ളുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് പ്രഥമ പരിഗണന. ഇന്ത്യക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് മുൻഗണന നൽകുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ലഭ്യതയും വിലസ്ഥിരതയും നോക്കിയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതായത് റഷ്യയിൽ നിന്നാണ് നിലവിൽ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് എണ്ണ കിട്ടുന്നത്, സ്വാഭാവികമായും തുടരും എന്ന് തന്നെയാണ് അതിൽ വ്യക്തമാവുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഊർജ്ജ സഹകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലത്തെ അമേരിക്കൻ ഭരണകൂടം താല്പര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. നേരത്തെ രാഹുൽ ഗാന്ധി അതിരൂക്ഷമായ ഭാഷയിലാണ് ട്രംപുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നരേന്ദ്രമോദിക്ക് എതിരെ രംഗത്തേക്ക് വന്നത്. പ്രത്യേകിച്ച് ട്രംപിനെ മോദിക്ക് ഭയമാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതുമാത്രമല്ല, എണ്ണ വാങ്ങുന്നത് നിർത്തും എന്നടക്കമുള്ള അവകാശവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ട്രംപ് നടത്തുന്നതിനെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, മറ്റു തരത്തിൽ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങളിൽ മുൻപ് ട്രംപ് എടുത്ത നിലപാടുകൾ ചോദ്യം ചെയ്യാത്തതിന് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാസ സമാധാന ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കാതിരുന്നത് ട്രംപിനെ ഭയന്നാണ് എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുകയാണ്. എന്താണെങ്കിലും വലിയ തരത്തിൽ ഒരു വശത്ത് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ട്രംപ് നടത്തുന്ന അവകാശവാദങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്നു. അതേസമയം ട്രംപ് നടത്തിയ അവകാശവാദം തള്ളിക്കൊണ്ട് വിദേശകാര്യ മന്ത്രാലയം രംഗത്തേക്ക് വരുന്നു. അത്തരത്തിൽ ഒരു പ്രസ്താവനയും ഇന്ത്യ നൽകിയിട്ടില്ല എന്നാണ്. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യം നിർത്തുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യവും ട്രംപിനോട് പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പരോക്ഷമായാണെങ്കിലും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. സ്മൃതി, ശരി. നോബിൾ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.